ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയുടെ 4ാം ഭാഗമാണിത്. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ഇതിന് ശേഷമുള്ളതും അതേ ചാനലിൽ ലഭിക്കുന്നതാണ്. ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠന പരമ്പരയ്ക്ക് 10 ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗങ്ങളും കേൾക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ ഭാഗത്തെ വിഷയം എന്തുകൊണ്ട് ഇയ്യോബ് അവൻ്റെ കഷ്ടതയുടെ മധ്യത്തിലും അവൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ്. അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തിയും വലുപ്പവും കൊണ്ടാണ് എന്നതാണ് സാധാരണ ഉത്തരം. എന്നാൽ ഇയ്യോബിന് അവൻ്റെ വിശ്വാസത്തെ അവൻ അനുഭവിച്ച കഷ്ടതകളുടെ മധ്യത്തിൽ മുറുകെ പിടിക്കുവാൻ തക്ക മാനുഷിക ശക്തി ഉണ്ടായിരുന്നുവോ? ഇതാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഇയ്യോബിൻ്റെ മേൽ കഷ്ടത വരുത്തിയത്? ഇയ്യോബ് ഒരിക്കലും അവൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറയുകയില്ല എന്ന് ദൈവം മുൻകൂട്ടി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ മേൽ കഷ്ടത വരുത്തിയത് ആണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ദൈവത്തിൻ്റെ സർവാധികാരത്തിൻ്റെ ഒരു പ്രധാന മർമ്മമാണ്. ആരാണ് ഇയ്യോബിന് വിശ്വാസത്തെ നൽകിയത്? എവിടെ നിന്നാണ് ഇയ്യോബിന് വിശ്വാസം ലഭിച്ചത്? ആരാണ് ഇയ്യോബിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചത്? ദൈവമോ ഇയ്യോബോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കുവാനായി കഥയുടെ ആരംഭം മുതൽ താഴേക്ക് വീണ്ടും യാത്ര ചെയ്യേണ്ടി വരും. ഇയ്യോബ് അവൻ്റെ കാലത്ത് ആ ദേശത്ത് നീതിമാനായി അറിയപ്പെട്ടിരുന്നു. അതാണ് ഗ്രന്ഥകർത്താവ് പറഞ്ഞത്. ഇയ്യോബ് 1:1 അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇങ്ങനെയുള്ള ഒരുവന്റെ ജീവിതത്തിൽ പെട്ടെന്ന് സകല നഷ്ടങ്ങളും ഉണ്ടായി. അവൻ്റെ മക്കൾ 10 പേരും ഒരു ദിവസം തന്നെ കൊല്ലപ്പെട്ടു. പാപത്തിൻ്റെ ഫലമായാണ് കഷ്ടത ഉണ്ടാകുന്നത് എന്ന് മനുഷ്യർ വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത്. അതാണ് അവൻ്റെ സ്നേഹിതർ അവനോട് പറഞ്ഞത്. അവർ കഷ്ടതയെ വിശദീകരിക്കുവാൻ ഇയ്യോബിൻ്റെ പാപത്തെ അന്വേഷിച്ചു. ഇവിടെ ഇയ്യോബിൻ്റെ ഭാര്യയുടെ പ്രസ്താവന കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ മാത്രമേ അവരെ നമ്മൾ കാണുന്നുള്ളൂ. അവരുടെ പേര് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. കഠിനമായ നിരാശയുടെയും അപ്രതീക്ഷിതമായ തകർച്ചയുടെയും മധ്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു. 10 മക്കളും ഒറ്റ ദിവസം തന്നെ മരിച്ചു. ദൈവഭക്തനും നീതിമാനുമായിരുന്ന ഭർത്താവ് അതികഠിനമായ രോഗത്താൽ ബാധിതനായി. ഈ സാഹചര്യത്തിൽ ഏതു മനുഷ്യനും പറയുവാൻ സാധ്യതയുള്ളത് മാത്രമേ അവർ പറഞ്ഞുള്ളൂ. അവരുടെ പ്രസ്താവനയ്ക്കുള്ള ഇയ്യോബിൻ്റെ മറുപടിയിൽ അവരുടെ സാഹചര്യത്തിൻ്റെ ചിത്രം കൂടി ഉണ്ട്. ഇയ്യോബ് 2:9-10 വാക്യങ്ങൾ. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു മരിച്ചു കളക എന്ന് പറഞ്ഞു. അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. ദൈവത്തെ ത്യജിച്ചു കളക എന്നാണ് ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഉപദേശം. ഇയ്യോബിൽ അനീതിയുണ്ട്, അതിനാലാണ് ദൈവം കഷ്ടത വരുത്തിയത് എന്ന് അവൾ പറഞ്ഞില്ല. അവർക്ക് ഉണ്ടായിരിക്കുന്ന കഷ്ടത അനർഹമായതാണ് എന്നാണ് അവളും വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അനർഹമായ കഷ്ടത നീതിമാന്മാരുടെ മേൽ വരുത്തുന്ന ദൈവത്തെ ത്യജിച്ചു കളയുവാൻ അവൾ ഇയ്യോബിനോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇയ്യോബും കുടുംബവും ബഹുദൈവ വിശ്വാസമുള്ള ഒരു സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്. എന്നാൽ അവർ യഹോവയ ദൈവത്തെ മാത്രമേ ദൈവമായി ആരാധിച്ചിരുന്നുള്ളൂ. യഹോവ എന്ന ദൈവമാണ് ഇപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അനർഹമായ കഷ്ടത വരുത്തിയിരിക്കുന്നത്. അതിനാൽ അവനെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ദേവന്മാരെ സ്വീകരിക്കുക എന്നാണ് ഇയ്യോബിൻ്റെ ഭാര്യയുടെ ഉപദേശത്തിൻ്റെ സാരം. ഇതിന് ഇയ്യോബ് കൊടുക്കുന്ന മറുപടി മലയാളത്തിൽ അത്ര വ്യക്തമല്ല. യഥാർത്ഥത്തിൽ ഇയ്യോബ് പറഞ്ഞത് ഇങ്ങനെയാണ്: വിഡ്ഢികളായ സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നിശ്ചയമായും നന്മ കൈക്കൊള്ളുന്നു, പ്രതികൂലമായതും നമ്മൾ കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇയ്യോബ് പറഞ്ഞതിൻ്റെ സാരം ഇതാണ്: ദൈവത്തിൽ നിന്നും നമ്മൾക്ക് നന്മ മാത്രമേ ലഭിക്കൂ എന്നത് വിഡ്ഢിത്തമായ ഒരു ചിന്തയാണ്. നന്മയും തിന്മയും ദൈവത്തിൽ നിന്ന് ലഭിച്ചേക്കാം എന്നതാണ് ശരിയായ ചിന്ത. നമ്മൾ ദൈവത്തിൽ നിന്നും നന്മ സ്വീകരിക്കുന്നുവെങ്കിൽ തിന്മയും സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കണം. നമ്മളുടെ നീതി ഇതിലൊന്നിനും കാരണം അല്ല. നന്മയും തിന്മയും ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ നൽകപ്പെടുന്നു. എങ്കിലും ഈ സംഭാഷണങ്ങളുടെ എല്ലാം ഫലമായി ഇയ്യോബ് ആകെ ആശയക്കുഴപ്പത്തിലായി. ദൈവം നീതിമാനാണ് എന്ന് അവൻ അറിയാം.
അവൻ അനീതി ഒന്നും ചെയ്തിട്ടില്ല എന്നറിയാം. എന്നാൽ അവൻ്റെ കഷ്ടതയുടെ കാരണം വിശദീകരിക്കുവാൻ കഴിയുന്നതും ഇല്ല. അനർഹമായ കഷ്ടതയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും സ്നേഹിതരുടെ കുറ്റപ്പെടുത്തലിൻ്റെയും തൻ്റെ കുറവുകൾ കണ്ടെത്തുവാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥയിലും ഇയ്യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ഇയ്യോബ് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. ഇയ്യോബ് 13:20-21 വാക്യങ്ങൾ: 2 കാര്യം മാത്രം എന്നോട് ചെയ്യരുതേ, എന്നാൽ ഞാൻ നിന്റെ സന്നിധി വിട്ടു ഒളിക്കയില്ല. നിന്റെ കൈ എങ്കിൽ നിന്ന് പിൻവലിക്കണമേ, നിന്റെ ഘോരത്വം എന്നെ ഭ്രമിപ്പിക്കരുതേ. എന്തുകൊണ്ട് ഇയ്യോബ് അവരനുഭവിച്ച അനർഹമായ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല? ഈ ചോദ്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇയ്യോബ് ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ ദൈവത്തെ തള്ളി പറയാഞ്ഞത് എന്നാണ് നമ്മളുടെ ഉത്തരം. ഇയ്യോബിന്റെ വിശ്വാസം ശക്തമായിരുന്നു. അതിനാൽ അവൻ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിന്നു. ഇയ്യോബ് അവന്റെ ബലത്തിൽ, അവന്റെ ശക്തിയിൽ, അവന്റെ വിശ്വാസത്തിന്റെ വലുപ്പം കാരണം ഉറച്ചു നിന്നു. ഇതെല്ലാമാണ് നമ്മളുടെ സാധാരണയുള്ള ഉത്തരം. എന്നാൽ ഈ ഉത്തരത്തിൽ ദൈവത്തിന് യാതൊരു പങ്കും ഇല്ല. ഇയ്യോബിന്റെ കഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള അവൻ്റെ ശക്തിയെക്കുറിച്ച് ഉള്ളതല്ല, മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടുവാനുള്ള ദൈവത്തിൻ്റെ സർവാധികാരത്തെക്കുറിച്ചുള്ളതാണ്. ഇയ്യോബിൻ്റെ വിശ്വാസത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതെല്ലാമാണ്. 1. ആരാണ് യഥാർത്ഥത്തിൽ ഇയ്യോബിന് വിശ്വാസം നൽകിയത്? എങ്ങനെയാണ് ഇയ്യോബിന് വിശ്വാസം ലഭിച്ചത്? 2. എങ്ങനെയാണ് ഇയ്യോബ് വിശ്വാസം ഉപേക്ഷിക്കാതെ കഷ്ടതയുടെ നാളുകളെ അതിജീവിച്ചത്? 3. അവൻ്റെ വിശ്വാസവും അത് നഷ്ടപ്പെടാതിരുന്നതും അവൻ്റെ നീതിപ്രവൃത്തികളുടെ ഉപഫലമാണോ? 4. നമ്മളുടെ വിശ്വാസം നമ്മൾ മാനുഷിക കഴിവുകളാൽ ആർജിക്കുകയും വർദ്ധിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒന്നാണോ? വേദപുസ്തകത്തിലെ വാക്യങ്ങളനുസരിച്ച് നമ്മളുടെ വിശ്വാസം നമ്മൾ സ്വയമായി ആർജിച്ചതോ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികളുടെ ഉപഫലമോ അല്ല. വിശ്വാസം എപ്പോഴും എല്ലാവരിലും ദൈവം പകരുന്നതാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. റോമർ 12:3 ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. എഫേസ്യർ 4:7 എന്നാൽ നമ്മളിൽ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. മർക്കോസ് 11:22 യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ. ദൈവത്തിൽ വിശ്വാസമുള്ളവർ എന്നതിന് ഗ്രീക്ക് വ്യാകരണ ശാസ്ത്രപ്രകാരമുള്ള അർത്ഥം ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ എന്നാണ്. ഇത് മൂലകൃതിയായ ഗ്രീക്കിൽ ഇഹോ പിസ്റ്റീസ് തിയോസ് എന്നാണ്, അല്ലെങ്കിൽ എഹോ പിസ്റ്റീസ് തെയോസ് എന്നാണ്. ഇഹോ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം കൈവശം വെക്കുക, ഉൾക്കൊള്ളുക, സ്വന്തമാക്കുക എന്നിങ്ങനെയാണ്. അതായത് ഉപയോഗിക്കാൻ കഴിയത്തക്കവണ്ണം കയ്യിൽ മുറുകെ പിടിക്കുക. വിശ്വാസം എന്ന അർത്ഥത്തിലാണ് പീസ്റ്റീസ് എന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ പൊതുവെ ഉപയോഗിച്ചിട്ടുള്ളത്. തിയോസ് എന്നാൽ ദൈവം എന്നാണ്. അങ്ങനെ ഈ പദസമുച്ചയത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വിശ്വാസം കൈവശം വെക്കുക എന്നാണ്. പ്രശസ്തമായ വിക്ലിഫ് ബൈബിളിൽ അത് ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ എന്നാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ നിയമത്തിൻ്റെ മറ്റു ചില പരിഭാഷകളിലും ദൈവത്തിൻ്റെ വിശ്വാസമുള്ളവർ ആയിരിപ്പീൻ എന്ന വിവർത്തനത്തെ സ്വീകരിച്ചിട്ടുണ്ട്. മോഡേൺ കിങ് ജെയിംസ് വെർഷൻ, ദ ബൈബിൾ ഇൻ ബേസിക് ഇംഗ്ലീഷ്, യങ്സ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ, 1599 ജനീവ ബൈബിൾ, ദ പാഷൻ ട്രാൻസ്ലേഷൻ, ദ വോറൽ ന്യൂ ടെസ്റ്റമെൻറ്റ് എന്നീ പരിഭാഷകൾ ഉദാഹരണങ്ങളാണ്. യഹൂദന്മാരുടെ എബ്രായ ഭാഷയിലുള്ള ജൂയിഷ് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഈ പദങ്ങളെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൽ നിന്നും വരുന്ന തരത്തിലുള്ള വിശ്വാസം ഉള്ളവർ ആയിരിപ്പീൻ. രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള പ്രശസ്തമായ വാക്യം വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് ഉറപ്പിക്കുന്നതാണ്. എഫേസ്യർ 2:8-9 വാക്യങ്ങൾ: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മളിലുള്ള വിശ്വാസം നമ്മളുടേതല്ല, അത് ദൈവം നമ്മളിലേക്ക് പകർന്നു നൽകിയതാണ്. അതിനെ നൽകിയതും നിലനിർത്തുന്നതും ശക്തീകരിക്കുന്നതും ദൈവമാണ്. ഇയ്യോബിന് ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസവും അവൻ്റേതല്ല. അതിനെ നിലനിർത്തിയതും അവനല്ല, അതിനെ ബലപ്പെടുത്തിയതും അവനല്ല.
വിശ്വാസത്തെ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചതും അവൻ അല്ല. ഇയ്യോബ് അവൻ്റെ ഇഹലോക ജീവിതത്തിൽ ഭൗതിക സമ്പത്തിൻ്റെ ഒരു പുനഃസ്ഥാപനം പ്രതീക്ഷിച്ചിട്ടില്ല. അവൻ്റെ പ്രത്യാശ അവൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇയ്യോബ് 19:25-26 വാക്യങ്ങൾ: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഭൗതിക അനുഗ്രഹങ്ങളുടെ പുനഃസ്ഥാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയല്ല അവൻ്റെ വിശ്വാസം. നന്മയും തിന്മയും നൽകുവാൻ ദൈവത്തിന് സർവാധികാരമുണ്ട് എന്നതിലാണ് അവൻ വിശ്വസിച്ചത്. ഈ വിശ്വാസം അവന് പകർന്ന് ലഭിച്ച വിശ്വാസമാണ്. അത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. അത് തകർന്നു പോകാതെ ദൈവം സംരക്ഷിച്ചു. ഇതിൽ ഇയ്യോബിന് യാതൊരു കാര്യവും ഇല്ല. സാത്താൻ ഇയ്യോബിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ദൈവം ആദ്യം അവൻ്റെ ഭൗതിക സമ്പത്തുക്കളുടെയും തലമുറകളുടെയും മേൽ നാശം വിതയ്ക്കുവാൻ സാത്താനെ അനുവദിച്ചു. ഗ്രന്ഥകർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ഇയ്യോബിൻ്റെ ചുറ്റിനുമുള്ള വേലി അല്പം കുറച്ചു. അതിനുശേഷം വീണ്ടും ഇയ്യോബിനെ കുറിച്ച് സാത്താൻ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇയ്യോബിൻ്റെ ശരീരത്തിന്മേൽ രോഗം വരുത്തുവാൻ ദൈവം അനുവദിച്ചു. ദൈവം വേലി അല്പം കൂടെ താഴ്ത്തി. എന്നാൽ ഇയ്യോബിന് ചുറ്റിനുമുള്ള വേലി പൂർണ്ണമായും എടുത്തു കളഞ്ഞില്ല. ദൈവം സംരക്ഷിച്ചത് എല്ലാം നിലനിന്നു. ദൈവം സംരക്ഷിക്കാഞ്ഞത് എല്ലാം സാത്താൻ തകർത്തു. ദൈവം ഇയ്യോബിൻ്റെ വിശ്വാസത്തെ കോട്ടകെട്ടി സംരക്ഷിച്ചു. അതിനാൽ അവൻ്റെ വിശ്വാസം നിലനിന്നു. ഇത് മനസ്സിലാക്കുവാൻ പുതിയ നിയമത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. യേശുക്രിസ്തു ശിഷ്യന്മാരുമായി അന്ത്യത്താഴം ഭക്ഷിച്ച ശേഷം അവരോട് സുദീർഘമായ ഒരു യാത്രാമൊഴി പറഞ്ഞു. അതിൽ അവൻ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു. ലൂക്കോസ് 22:31-32 വാക്യങ്ങൾ: ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു എന്നതിൽ നിങ്ങളെ എന്ന വാക്ക് ബഹുവചനമാണ്. അതിനാൽ ഈ വാക്ക് ശിഷ്യന്മാരെല്ലാവരെയും കുറിച്ചാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. എന്നാൽ ശിമോനെ, ശിമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ വാചകം യേശുക്രിസ്തു പറയുന്നത്. അതിനാൽ ഇത് പത്രോസിനോടുള്ള ഒരു ദൂതാണ്. പത്രോസിന്റെ വിശ്വാസത്തെ തകർക്കുവാൻ സാത്താൻ അനുവാദം ചോദിച്ചു. ദൈവം പത്രോസിന്റെ വിശ്വാസത്തെ സംരക്ഷിക്കുന്നു എന്നതിനാലാണ് അത് തകർക്കുവാൻ യേശുവിൻ്റെ അനുവാദം സാത്താൻ ചോദിച്ചത്. യേശുവിൻ്റെ അനുവാദം കൂടാതെ പത്രോസിന്റെ വിശ്വാസത്തെ തകർക്കുവാൻ സാത്താന് കഴിയുകയില്ല. ഇവിടെ നമ്മൾ സാത്താൻ ഇയ്യോബിനെ പരീക്ഷിക്കുവാനായി ദൈവത്തോട് അനുവാദം ചോദിച്ചത് ഓർത്തു പോകുന്നു. ദൈവം അത് അനുവദിച്ചു. എന്നാൽ പത്രോസിനെ പരീക്ഷിക്കുവാൻ യേശുക്രിസ്തു അനുവദിച്ചില്ല. കാരണം അവൻ്റെ വിശ്വാസം പോകാതിരിക്കണമെന്ന് യേശുക്രിസ്തു ആഗ്രഹിച്ചു. അതിനാൽ പത്രോസിന്റെ വിശ്വാസം പോകാതിരിക്കുവാൻ അവന് വേണ്ടി യേശുക്രിസ്തു പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചു. എന്നാൽ പിന്നീടുള്ള സംഭവങ്ങളിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുന്നത് നമ്മൾ കാണുന്നു. അവനൊരു ഭീരുവായി തീർന്നു. അവനെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റി. എന്നാൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമായി തകർന്നു പോയില്ല. കാരണം യേശു അവന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. യേശു അവൻ്റെ വിശ്വാസത്തെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് ഇസ്കാരിയോത്ത് യൂദായിൽ നിന്നും വിഭിന്നമായി പത്രോസ് പശ്ചാത്തപിച്ച് യേശുവിലേക്ക് തിരികെ വന്നത്. യൂദായും അനുദപിച്ചു, പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് തിരികെ വന്നില്ല. അവനിൽ വിശ്വാസം അല്പം പോലും ശേഷിച്ചില്ല. അവൻ്റെ വിശ്വാസം പോകാതിരിപ്പാൻ യേശു പ്രാർത്ഥിച്ചില്ല. യൂദ യേശുവിനെ കാണിച്ചു കൊടുത്തതിൽ അനുദപിച്ചു, എങ്കിലും അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. പത്രോസ് നിരാശനായി, പ്രത്യാശ നഷ്ടപ്പെട്ടവനായി, ഭീരുവായി. എന്നാൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമായും തകർന്നില്ല. കാരണം യേശു അവന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. യേശു അവൻ്റെ വിശ്വാസത്തെ സംരക്ഷിച്ചു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയും, എന്നാൽ അവൻ തിരിഞ്ഞു വരും. അവൻ മറ്റുള്ളവരെ കൂടെ ഉറപ്പിക്കും. ഇതാണ് യേശു മുൻകൂട്ടി പറഞ്ഞത്. പത്രോസ് യേശുവിനെ പൂർണ്ണമായും ത്യജിക്കാതെ ഇരുന്നത് അവൻ്റെ വിശ്വാസം മൂലമാണ്. ഇയ്യോബ് ദൈവത്തെ ത്യജിക്കാതെ ഇരുന്നത് അവൻ്റെ വിശ്വാസം മൂലമാണ്. ഈ വിശ്വാസം ദൈവം അവരിൽ പകർന്നതാണ്. അവർ പ്രതികൂലങ്ങളിലൂടെ പോകാഞ്ഞിട്ടല്ല. ദൈവം അവരുടെ വിശ്വാസത്തെ വേലി കെട്ടി സംരക്ഷിച്ചതിനാൽ അത് തകർന്നു പോയില്ല. ദൈവിക സംരക്ഷണമുള്ളതിനാലാണ് അവരുടെ വിശ്വാസം പോകാതെ ഇരുന്നത്. നമ്മൾ ഇപ്പോൾ അനർഹമായ കഷ്ടതയിലൂടെ പോവുകയാണോ?
അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ സർവാധികാരത്താൽ ഇന്ന് അവന് മാത്രം അറിയാവുന്ന ഒരു കാരണത്താൽ സംഭവിക്കുന്നതായിരിക്കാം. നമ്മൾ നിരാശരും ദുഃഖിതരുമായിരിക്കാം. എന്നാൽ ഇപ്പോഴും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമതായി, നമ്മളുടെ ഏത് സാഹചര്യത്തിലും ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവത്തെ ആരാധിക്കുക എന്നതിന് നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ സർവാധികാരത്തിൽ നമുക്ക് നന്മ നൽകുവാനും അതിനെ എടുത്തു മാറ്റുവാനുമുള്ള അധികാരം ഉണ്ട്. രണ്ടാമതായി, പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മളിലുള്ള വിശ്വാസം ഹേതുവായാണ്. ഈ വിശ്വാസം ഭൗതിക നന്മകൾ എപ്പോഴെങ്കിലും പുനഃസ്ഥാപിക്കപ്പെടും എന്ന പ്രതീക്ഷയല്ല, ദൈവത്തിൻ്റെ സർവാധികാരത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസമോ ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. അത് തകർന്നു പോകാതെ ഇരിക്കുന്നത് ദൈവം അതിനെ വേലി കെട്ടി സംരക്ഷിക്കുന്നത് കൊണ്ടാണ്. നമുക്കിതിലൊന്നും പ്രശംസിക്കുവാൻ യാതൊന്നും ഇല്ല. നീതിമാന്മാരായ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതവും അനർഹവുമായ കഷ്ടത ഉണ്ടാകുന്നത് എന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിലെ വിഷയം. ഇതൊരു ദൈവശാസ്ത്രപരവും ദാർശനികവുമായ ചോദ്യമാണ്. ഈ വിഷയം ചർച്ച ചെയ്യുവാനായി ഇയ്യോബ് എന്ന നീതിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിതവും അനർഹവുമായ കഷ്ടതയെ പശ്ചാത്തലമായി എടുക്കുന്നു. കാരണം കൂടാതെ ഫലം ഉണ്ടാകുകയില്ല എന്ന പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ്റെ സ്നേഹിതനായ എലീഫസ്, ബിൽദാദ്, സോഫർ, എലീഹു എന്നിവർ ചില വാദങ്ങളെ മുന്നോട്ട് വെച്ചു. കഷ്ടതയുടെ കാരണം ഇയ്യോബിൻ്റെ ജീവിതത്തിലെ മറിഞ്ഞിരിക്കുന്ന ഏതോ പാവമാണ് എന്ന് അവർ സമർത്ഥിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ഇയ്യോബ് അവൻ്റെ നീതിയിൽ ഉറച്ചു നിന്നു. ഇതാണ് ഇയ്യോബും അവൻ്റെ സ്നേഹിതരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിലെ ഉള്ളടക്കം. സകലത്തിൻ്റെ മേലുമുള്ള സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൻ്റെ സർവാധികാരം ഉറപ്പിച്ചുകൊണ്ട് ഇയ്യോബിൻ്റെ കഥ അവസാനിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ തത്വശാസ്ത്രം പ്രധാനമായും പ്രസ്താവിക്കപ്പെടുന്നത് സംവാദങ്ങളിലൂടെയാണ്. ഇതിനായി എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇയ്യോബും ഭാര്യയും, ഇയ്യോബും സ്നേഹിതരും, ഇയ്യോബും ദൈവവും എന്നിവർ തമ്മിലുള്ള ദീർഘമായ സംഭാഷണങ്ങളാണ്. ഇതിൽ ഏറ്റവും ഹ്രസ്വമായ സംഭാഷണം ഇയ്യോബും ഭാര്യയും തമ്മിലുള്ളതാണ്. ദൈർഘ്യമേറിയത് ഇയ്യോബും സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണം ആണ്. ഈ കഥയിലെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും വെളിപ്പെടുത്തുവാനും ഉറപ്പിക്കുവാനും ഇതിലെ ഓരോ വ്യക്തികളും അവരുടേതായ സംഭാവന നൽകുന്നുണ്ട്. ഇയ്യോബിൻ്റെ ഭാര്യ അല്പസമയത്തേക്ക് മാത്രമേ കഥയിൽ പ്രത്യക്ഷമാകുന്നുള്ളൂ. അവളെക്കുറിച്ച് പറയുവാൻ 2 വാക്യങ്ങളെ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ അവൾ ഈ കഥയിൽ ഒരു വലിയ സംഭാവന നൽകുന്നുണ്ട്. ഇയ്യോബും സ്നേഹിതരും തമ്മിലുള്ള സംഭാഷണ വേളയിലോ ദൈവം പ്രത്യക്ഷമാകുന്ന അവസരത്തിലോ ഒരു കേൾവിക്കാരിയായി അവൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നുവോ എന്ന് കഥയിൽ പറയുന്നില്ല. ഇയ്യോബിൻ്റെ കഷ്ടതയെക്കുറിച്ച് ആദ്യം അഭിപ്രായ പ്രകടനം നടത്തുന്നത് അവൻ്റെ ഭാര്യയാണ്. സ്നേഹിതർ ഇയ്യോബിനെ കാണുവാൻ എത്തുന്നതിന് മുമ്പാണ് അവൻ്റെ ഭാര്യ അവളുടെ അഭിപ്രായം പറഞ്ഞത്. അതിനാൽ അവളുടെ വാക്കുകൾ സ്നേഹിതരുടെ വാദങ്ങളെ പിന്താങ്ങുകയോ എതിർക്കുകയോ ചെയ്യുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ സ്നേഹിതരുടെ അഭിപ്രായത്തോടെ അവൾ ചേർന്ന് നിൽക്കുന്നില്ല. അവളുടെ വാക്കുകൾ ഇയ്യോബിനെ നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്. എന്നാൽ അവൾ ഇയ്യോബിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം പങ്കിടുന്നില്ല. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇയ്യോബ് 2:9. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഈ വാക്യം വളരെ ചെറിയൊരു വാചകമാണ്. ഇതിന് ഇയ്യോബ് മറുപടി പറയുന്നുണ്ട് എങ്കിലും അവൾ തുടർന്ന് സംസാരിക്കുന്നില്ല. അവൾക്ക് പറയാനുള്ളതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അവൾ പറയുന്നത് ഇതെല്ലാമാണ്. 1, ഇയ്യോബ് ഇനി വിടുതലിനായി കാത്തിരിക്കേണ്ടതില്ല. പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ല. അതിനാൽ മരിച്ചു കളക. മരിച്ചു കളക എന്നതിൻ്റെ എബ്രായ പദം മൂത്ത് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം മരിക്കുക, കൊല്ലുക, ശിക്ഷയായി മരിക്കുക, അകാലത്തിൽ മരിക്കുക, ബുദ്ധി ഉപദേശത്തെ തിരസ്കരിച്ചതിനാൽ കാലം തികയും മുമ്പേ മരിക്കുക, കൊല്ലപ്പെടുക എന്നിങ്ങനെയാണ്. ഇതിൽ ഏത് അർത്ഥമായിരിക്കാം ഇവിടെ ഏറ്റവും അനുയോജ്യമെന്ന് ഈ വാക്യത്തിൽ നിന്നും തീർച്ചപ്പെടുത്തുവാൻ പ്രയാസമാണ്. അതിനാൽ മൂത്ത് എന്ന എബ്രായ പദം വേദപുസ്തകത്തിൽ ആദ്യം കാണുന്ന വാക്യം ഏതാണ് എന്നും അവിടെ അതിന് എന്ത് അർത്ഥമാണ് ഉള്ളതെന്നും പരിശോധിക്കാം. ഇങ്ങനെ പരിശോധിക്കുന്നത് ദൈവശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പഠന സമ്പ്രദായം ആണ്.
മൂത്ത് എന്ന എബ്രായ പദം വേദപുസ്തകത്തിൽ നമ്മൾ ആദ്യം വായിക്കുന്നത് ഉൽപ്പത്തി 2:16-17 വാക്യങ്ങളിൽ ആണ്. ഉൽപ്പത്തി 2:16-17 വാക്യങ്ങൾ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ വാക്യത്തിൽ മരിക്കുമെന്ന് പറയുവാനാണ് മൂത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്ന മരണം ആത്മഹത്യയല്ല, സ്വാഭാവികമായ എന്നാൽ അകാലത്തിലുള്ള മരണമാണ്. അത് ദൈവത്തിൻ്റെ ബുദ്ധി ഉപദേശത്തെ തിരസ്കരിച്ചതിനാൽ സംഭവിക്കുന്ന കാലം തികയും മുമ്പേ ഉള്ള മരണമാണ്. അതായത് നിത്യമായി ജീവിക്കേണ്ട മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പനയെ അവഗണിച്ചതിനാൽ അകാലത്തിൽ മരിക്കും. ഇയ്യോബ് 2:9 അവൻ്റെ ഭാര്യ പറയുന്നത് ആത്മഹത്യ ചെയ്യുവാനല്ല, ഇനി പ്രത്യാശയ്ക്ക് വകയില്ല എന്നതിനാൽ അകാല മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ്. 2, ഇയ്യോബിൻ്റെ ഭാര്യ പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? വിടുതലിന്റെ പ്രത്യാശയ്ക്ക് വകയില്ല എന്നതിനാൽ ഇനിയും യഹോവയായ ദൈവത്തെ ഭക്തിയോടെ മുറുകെ പിടിക്കേണ്ടതില്ല. ഇയ്യോബ് ജീവിച്ചിരുന്ന മധ്യപൂർവ്വ ദേശം ബഹുദൈവ വിശ്വാസികളുടെ ദേശമായിരുന്നു. അവിടെയുള്ള ജനം ഒന്നിലധികം ദേവന്മാരിൽ വിശ്വസിച്ചിരുന്നു. അവരുടെ ഇടയിൽ ഇയ്യോബിനെ പോലെ യഹോവയായ ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്നവരും ഉണ്ടായിരുന്നു. ഇയ്യോബിന്റെ സ്നേഹിതർ ബഹുദൈവ വിശ്വാസികൾ ആയിരുന്നു എന്നതിന് തെളിവില്ല. അതിനാൽ അവരും യഹോവ എന്ന ഏകദൈവത്തിൽ വിശ്വസിച്ചിരുന്നവർ ആയിരുന്നിരിക്കണം. നീതിയോടെയുള്ള ജീവിതത്തിന് ഭൗതിക നന്മകൾ പ്രതിഫലമായും അനീതിക്ക് കഷ്ടത ശിക്ഷയായും നൽകുന്ന ദേവന്മാരിലുള്ള വിശ്വാസം ആ ദേശത്ത് അക്കാലത്ത് നിലനിന്നിരുന്നു. ഇയ്യോബിന്റെ സ്നേഹിതരുടെ കാഴ്ചപ്പാടും ഇതായിരുന്നു. പഴയ നിയമത്തിൽ പൊതുവെ ഇതേ ചിന്തയാണുള്ളത്. എന്നാൽ ഭൗതികത എപ്പോഴും ദൈവവുമായുള്ള നല്ല ബന്ധത്തിന്റെ സൂചനയോ കഷ്ടത എപ്പോഴും ദൈവകോപത്തിന്റെ അടയാളമോ അല്ല എന്നാണ് പുതിയ നിയമ പ്രമാണം. ഇത് തന്നെയാണ് ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ട സന്ദേശം. യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഭൗതികതയിൽ നിന്നുള്ള മാനസാന്തരമാണ്. ഭൗതികതയുമായുള്ള ബന്ധനം ഉപേക്ഷിക്കുന്നവർ മാത്രമേ മാനസാന്തരപ്പെടുന്നുള്ളൂ. അവന് മാത്രമേ ദൈവരാജ്യം കൈവശമാക്കുവാൻ കഴിയൂ. അതുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, മർക്കോസ് 1:15, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മത്തായി 5:3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്ക് ഉള്ളത്. നീതിയോടെയും ഭക്തിയോടെയും ജീവിക്കുന്നവർക്ക് ഭൗതിക നന്മകൾ നൽകുന്നതും അതിനെ സംരക്ഷിക്കുന്നതും അവർ ആരാധിക്കുന്ന ദൈവമാണ് എന്ന ചിന്തയുള്ള ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഇയ്യോബിന്റെ ഭാര്യ സംസാരിക്കുന്നത്. യഹോവയായ ദൈവത്തോടുള്ള ഭക്തി ഉപേക്ഷിക്കുക. ഭൗതിക നന്മകൾ നൽകുവാൻ കഴിയുന്ന മറ്റ് ദേവന്മാർ ആ പ്രദേശങ്ങളിൽ ആരാധിക്കപ്പെടുന്നുണ്ട്. ആവശ്യമെങ്കിൽ അവരെ സ്വീകരിക്കാം. മൂന്നാമത്തെ വാദം ഇതിന്റെ തുടർച്ചയാണ്. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞു. ഇയ്യോബ് അതുവരെയും ആരാധിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത യഹോവയായ ദൈവത്തെ ഉപേക്ഷിക്കുക. ത്യജിക്കുക എന്നതിൻ്റെ എബ്രായ പദം ബറാക്ക് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ശപിക്കുക, ദൈവദൂഷണം പറയുക എന്നിങ്ങനെയാണ്. ഇവിടെ എന്താണ് ഇയ്യോബിൻ്റെ ഭാര്യ ഉദ്ദേശിച്ചത്? ഇയ്യോബ് ഭക്തിയോടെ ആരാധിക്കുകയും നീതിയോടെ ജീവിക്കുകയും ചെയ്തിട്ടും അവൻ ആരാധിക്കുന്ന ദൈവത്തിന് അവൻ്റെ ഭൗതിക നന്മകളെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അതിനാൽ ഇനി അവനെ ആരാധിക്കുന്നതിൽ അർത്ഥമില്ല. ഇയ്യോബ് 1-2 അധ്യായങ്ങളിൽ വിവരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മമണ്ഡലത്തിൽ എവിടെയോ വെച്ച് ദൈവത്തിനും സാത്താനും ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾക്ക് ആർക്കും അറിയുകയില്ല. അതിനാൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇയ്യോബിൻ്റെ ഭാര്യ ഇങ്ങനെ പറയുന്നത്. ഭൗതിക അനുഗ്രഹങ്ങൾ നീതിയുടെ പ്രതിഫലമായി ദൈവം നൽകുന്നതാണ് എന്ന് അവൾ വിശ്വസിച്ചു. യാതൊരു അനീതിയും കൂടാതെ ദൈവം അത് എടുത്തു മാറ്റുകയില്ല. എന്നാൽ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദുഷ്ടത ഇല്ലാതിരുന്നിട്ടും എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു, കഠിനമായ കഷ്ടത ഉണ്ടായിരിക്കുന്നു. ഇതിന് 2 കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇയ്യോബിൻ്റെ ദൈവം നീതിമാന്മാർക്കും കഷ്ടത നൽകുന്ന ദൈവമാണ്. 2, ഇയ്യോബിൻ്റെ നന്മകളെ മറ്റേതോ ദേവന്മാർ നശിപ്പിച്ചിരിക്കുന്നു. അതിനെ തടയുവാൻ ഇയ്യോബിൻ്റെ ദൈവം അശക്തനാണ്. ഇത് 2ൽ ഏത് ശരിയാണെങ്കിലും ഈ ദൈവത്തെ ഇനി ആരാധിക്കേണ്ടതില്ല. ഇതാണ് ഇയ്യോബിൻ്റെ ഭാര്യയുടെ വാദം. ഇയ്യോബിൻ്റെ ഭാര്യയുടെ വാദം
അതിന് അവൻ പറയുന്ന മറുപടി കൂടാതെ പൂർണ്ണമാകുകയില്ല. ഇതിലൂടെയാണ് പുസ്തക രചയിതാവ് അവതരിപ്പിക്കുവാൻ ഉദ്ദേശിച്ച സന്ദേശം വെളിപ്പെടുന്നത്. ഇയ്യോബ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇയ്യോബ് 2:10. അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. നന്മ നൽകിയ ദൈവം തന്നെയാണ് തിന്മ നൽകിയത് എന്ന് ഇയ്യോബ് ഇവിടെ പറയുന്നു. ഇത് അകാരണമായ തിന്മയാണ് എന്ന ആശയവും അവൻ്റെ വാക്കുകളിലുണ്ട്. ദൈവത്തിൽ നിന്നും നന്മ പ്രാപിച്ചുവെങ്കിൽ അവൻ തിന്മ തന്നാലും അത് സ്വീകരിക്കണമെന്നാണ് ഇയ്യോബിൻ്റെ വാദം. നന്മ അകാരണമായി ലഭിച്ചുവെങ്കിൽ തിന്മയും അകാരണമായി ലഭിച്ചേക്കാം. തിന്മ അകാരണമായി ലഭിച്ചുവെങ്കിൽ നന്മയും അകാരണമായി ലഭിക്കും. നന്മയ്ക്കും തിന്മയ്ക്കും നീതിയെയോ അനീതിയെയോ ഇയ്യോബ് കാരണമാക്കുന്നില്ല. എന്നാൽ ഇയ്യോബ് ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്തില്ല. ഇയ്യോബിൻ്റെ സ്നേഹിതരുടെ വാദങ്ങളിലേക്ക് നമ്മൾ പോകുവാനിരിക്കുന്നതേ ഉള്ളൂ. അവർ ഇയ്യോബിൻ്റെ മറിഞ്ഞിരിക്കുന്ന ഏതോ പാപനിമിത്തമാണ് അവൻ്റെ ജീവിതത്തിൽ കഷ്ടത ഉണ്ടായതെന്ന് നിസ്സംശയം വിശ്വസിക്കുന്നു. അവർ കഥയുടെ അവസാനം വരെ ഈ വിശ്വാസത്തിൽ തുടരുന്നു. എന്നാൽ ഇയ്യോബിനെ കൂടുതൽ അടുത്തറിയുന്ന അവൻ്റെ ഭാര്യ അവൻ്റെ ജീവിതത്തിലെ അനീതി നിമിത്തമാണ് കഷ്ടത ഉണ്ടായത് എന്ന് പറയുന്നില്ല. അവരുടെ വാദത്തിൽ ഒന്നുകിൽ ഇയ്യോബിൻ്റെ ദൈവം വിശ്വസ്തനല്ല, അല്ലെങ്കിൽ സർവശക്തൻ അല്ല. സർവശക്തനല്ല എന്ന് പറഞ്ഞാൽ ഇയ്യോബിൻ്റെ ദൈവത്തെക്കാൾ ശക്തിയേറിയ മറ്റേതോ ദേവന്മാർ ഉണ്ട് എന്ന് അർത്ഥം. ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനെ പ്രതിരോധിച്ചു. അവൾ ദൈവത്തെ കുറ്റക്കാരനും അവിശ്വസ്തനും അശക്തനുമാക്കി. എന്നാൽ ഇയ്യോബിൻ്റെ സ്നേഹിതർ ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല. അവർ ദൈവത്തെ നീതീകരിക്കുവാനാണ് ശ്രമിച്ചത്. അതിനാൽ അവർ ഇയ്യോബിനെ കുറ്റക്കാരൻ ആക്കി. അവൻ്റെ കഷ്ടതയുടെ കാരണം മറഞ്ഞിരിക്കുന്ന ഏതോ പാപമാണ്. അതാണ് ഇയ്യോബിൻ്റെ ഭാര്യയും സ്നേഹിതരും തമ്മിലുള്ള വ്യത്യാസം. കഷ്ടത സംഭവിച്ചപ്പോൾ ഇയ്യോബ് 2 രീതിയിലാണ് പ്രതികരിച്ചത്. 1, അവൻ കഠിനമായി വിലപിച്ചു. 2, അവൻ ദൈവത്തിൻ്റെ സർവാധികാരത്തിന് കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇയ്യോബിൻ്റെ ഭാര്യയുടെ വാക്കുകൾ കഷ്ടതയെക്കുറിച്ച് മാത്രമല്ല, അനുഗ്രഹങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. കഷ്ടത അനീതിയാൽ ഉണ്ടായത് അല്ല എങ്കിൽ അനുഗ്രഹങ്ങൾ നീതിയുടെ അടയാളങ്ങളും അല്ല. രണ്ടും ദൈവത്തിൻ്റെ സർവാധികാരത്താൽ അവൻ്റെ ഹിതവും വിചാരങ്ങളും അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ സകല അധികാരവും നിയന്ത്രണവും സർവാധികാരിയായ ദൈവത്തിനുള്ളത് ആണ്. ദൈവത്തിൻ്റെ സർവാധികാരം എന്നതാണ് ഈ കഥയിലൂടെ എഴുത്തുകാരൻ നമ്മളോട് പറയുന്ന സന്ദേശം. ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിലെ 4ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇതിനു മുമ്പുള്ള എല്ലാ ഭാഗങ്ങളും തുടർന്നുള്ളവയും നഫ്താലി ട്രൈബ് TV എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ പഠനം ബുക്കായി സൗജന്യമായി ലഭ്യമാണ്. ആവശ്യമുള്ളവർ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം വഴി ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.